ഇന്ന് നമ്മൾ ഒരു രസകരമായ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആധുനിക കേരളം യുക്തിയുടെയും പുരോഗതിയുടെയും പാതയിലാണെങ്കിലും നമ്മുടെ നാടൻ കഥകളിലും പഴമക്കാരുടെ വിശ്വാസങ്ങളിലും ചില രസകരമായ അന്ധവിശ്വാസങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവയിൽ ചിലത് കേൾക്കുമ്പോൾ ചിരി വരും, ചിലത് അതിശയപ്പെടുത്തും. നമുക്ക് ആ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ? പൂച്ച കുറുകെ ചാടിയാൽ നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം വരുന്ന അന്ധവിശ്വാസം ഒരുപക്ഷെ ഇതായിരിക്കും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പൂച്ച, പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അത് അശുഭകരമാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഉടൻ തന്നെ യാത്ര മുടക്കുകയോ അല്പനേരം കാത്തു നിൽക്കുകയോ ചെയ്യണമെന്ന് മുതിർന്നവർ പറയും. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് കാലത്ത് കാളവണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ പൂച്ച കുറുകെ ചാടിയാൽ കാളകൾ പേടിച്ച് വണ്ടി മറിയാൻ സാധ്യതയുണ്ടായിരുന്നു. ആ ഒരു മുൻകരുതൽ പിന്നീട് അന്ധവിശ്വാസമായി മാറിയതാകാം. ഓന്ത് വീട്ടിൽ കയറിയാൽ ഐശ്വര്യം. പൂച്ചയെപ്പോലെ തന്നെ മറ്റൊരു ജീവിയാണ് ഓന്ത്. ഓന്ത് വീട്ടിൽ കയറിയാൽ ഐശ്വര്യവും നല്ല സമയവും വരുമെന്നാണ് ചില പ്രദേശങ്ങളിൽ വിശ്വസിക്കുന്നത്. ഓന്തിനെ ഉപദ്രവിക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് നല്ലതാണ് എന്നും പറയും. ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇല്ലെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച നമ്മുടെ പൂർവികർ ജീവികളെ നിരീക്ഷിച്ചുണ്ടാക്കിയതാകാം ഇത്തരം വിശ്വാസങ്ങൾ. കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം. ഒരാളുടെ നല്ല കാര്യങ്ങളെയോ സൗന്ദര്യത്തെയോ സമ്പത്തിനെയോ കണ്ട് മറ്റൊരാൾക്ക് തോന്നുന്ന അസൂയയും ദുഷ്ടചിന്തയും ദോഷകരമായി ബാധിക്കും എന്നാണ് കണ്ണേറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് സുഖമില്ലാതായാൽ കണ്ണേറ് പറ്റിയതാണെന്ന് കരുതി ഒഴിഞ്ഞു മാറ്റുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒഴിച്ചിലിന് ഉപ്പും മുളകും ഉപയോഗിച്ച് അത് അടുപ്പിലിട്ട് കരിയിച്ച് കളയുന്ന ചടങ്ങുകൾ ഇപ്പോഴും ചിലയിടങ്ങളിൽ കാണും. ഇത് മാനസികമായ ഒരാശ്വാസത്തിന് വേണ്ടിയാവാം. പാമ്പിൻ കാവുകളും വിശ്വാസങ്ങളും. കേരളത്തിലെ മിക്ക പഴയ തറവാടുകളിലും സർപ്പക്കാവുകൾ കാണാം. പാമ്പുകളെ ദേവതകളായി കണ്ട് ആരാധിക്കുന്നത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. പാമ്പുകളെ ഉപദ്രവിക്കുന്നത് ദോഷകരമാണെന്നും സർപ്പദോഷം വരും എന്നുമൊക്കെ വിശ്വസിക്കുന്നു. ഇത് ഒരു പരിധിവരെ പാമ്പുകളെ സംരക്ഷിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വശം. പാമ്പുകളെ ആരാധിക്കുന്നതിലൂടെ കൃഷിക്ക് ദോഷകരമായ കീടങ്ങളെ ഇല്ലാതാക്കുന്നതിൽ അവയുടെ പങ്ക് തിരിച്ചറിഞ്ഞിരുന്നിരിക്കാം. തുളസിച്ചെടിയും വീടും. മിക്ക വീടുകളിലും തുളസിച്ചെടി ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. തുളസിച്ചെടി വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജ്ജവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. രോഗശാന്തിക്കും ഐശ്വര്യത്തിനും തുളസിക്ക് വലിയ സ്ഥാനമുണ്ട്. ശാസ്ത്രീയമായി തുളസിക്ക് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വിശ്വാസം അതിനപ്പുറം ഒരു ആത്മീയ തലവും നൽകുന്നു. രാത്രിയിൽ നഖം മുറിക്കരുത്. പല വീടുകളിലും കേട്ടിട്ടുള്ള ഒരു ഉപദേശമാണിത്. രാത്രിയിൽ നഖം മുറിക്കരുത് എന്ന്. ഇത് ദാരിദ്ര്യം വരുത്തിവെക്കുമെന്നായിരുന്നു വിശ്വാസം. പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ വെളിച്ചക്കുറവിൽ നഖം മുറിക്കുമ്പോൾ മുറിവുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമായിരിക്കാം പിന്നീട് അന്ധവിശ്വാസമായി മാറിയത്. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം യുക്തിക്ക് നിരക്കുന്നതല്ലായിരിക്കാം. എന്നാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി ഇവയെല്ലാം നിലനിന്നിരുന്നു എന്നത് വാസ്തവമാണ്. ചിലത് പ്രകൃതിയെയും ജീവികളെയും ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. മറ്റു ചിലത് മുൻകരുതൽ എന്ന നിലയിൽ ഉടലെടുത്തു. കാലം മാറുമ്പോൾ ഇത്തരം വിശ്വാസങ്ങളിലും മാറ്റങ്ങൾ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കേരളത്തിലെ നിങ്ങൾക്കറിയാവുന്ന വേറെ എന്തെങ്കിലും രസകരമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്.